സഹൃദയരെ, ഇതൊരു പുതിയ കഥയല്ല. കാലാകാലങ്ങളായി മാനവ സമൂഹത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ ചില പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ മാത്രം. കാലഘട്ടങ്ങളുടെ നിഴൽ വഴികളിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന ചില ജീവിതാനുഭവങ്ങളെ പെറുക്കിയെടുത്ത് ഒരൽപ്പം മാത്രം ഭാവനയുടെ നിറം ചാർത്തി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു കർമ്മലാരാം ഇടവകയിലെ മാതൃവേദി പിതൃവേദി അംഗങ്ങൾ. തണൽ തേടുന്നവർ. രചനാ സംവിധാനം മിസസ് മിനി ജോസഫ്. നിങ്ങൾ ഏവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ. തണൽ തേടുന്നവർ. പിള്ളേർ ഇതുവരെ വന്നില്ലേടി മറിയാമ്മേ? നേരം സന്ധ്യയായല്ലോ. ഇപ്പൊ വരുവായിരിക്കും. ആ ദേ വന്നല്ലോ. ഇന്നെല്ലാരും ഒന്നിച്ചു വന്നല്ലോ. ഞങ്ങൾ വരുമ്പോൾ ഇവരെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വരുന്നത് കണ്ടു. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിങ്ങ് പോന്നു. ആ എല്ലാവരും പോയി കുളിച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ട് വാ. കുരിശ് വരയ്ക്കാൻ നേരമായി. ആകെ ടയേർഡായി അമ്മച്ചി. എനിക്കിനി ഒന്ന് റെസ്റ്റ് എടുക്കണം. കുരിശൊക്കെ നിങ്ങൾ വരയ്ക്കുക. എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ പിന്നെ പ്രാർത്ഥിച്ചോളാം. ആ ഞാനും പോയി ഒന്ന് മേല് കഴുകിയിട്ട് വരാം. അമ്മച്ചി, ഞാൻ നാളെ കുറച്ച് കൂടുതൽ നേരം കിടന്നുറങ്ങും. എന്നെ നാളെ നേരത്തെ വിളിച്ചെണീപ്പിക്കരുതേ. നാളെ ഞായറാഴ്ചയല്ലേ? കുർബാനയുണ്ട്, വേദപാഠമുണ്ട്. എല്ലാത്തിനും പോകണ്ടായോ? ഒരാഴ്ച മുഴുവൻ സ്കൂള്, അത് കഴിഞ്ഞ് ട്യൂഷൻ, പിന്നെ വേദപാഠം. ആകെ മടുത്തു പോവുക അമ്മച്ചി. മക്കളെ, ദൈവം ദാനമായി തന്നതല്ലേ ഈ ജീവിതം. അതിന് ദൈവത്തോട് എപ്പോഴും നന്ദി പറയാൻ കടപ്പെട്ടവരല്ലേ നമ്മള്. ഇവൻ എപ്പോഴും കുർബാനക്കിടയ്ക്ക് ഭയങ്കര വർത്താനവും ചിരിയോ അമ്മച്ചി. ആണോടോ കുട്ടു? എന്തിനാ ഇത്രയും വലിയ കുർബാന? എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. സോനമോളെ, നീ അപ്പച്ചന്റെ കണ്ണാടി ഒന്ന് എടുത്തു കൊടുത്തേ. കുട്ടുവിന് എന്താ അറിയേണ്ടത്? അമ്മച്ചി പറഞ്ഞു തരാലോ. എന്താ ഈ കുർബാന? മനസ്സിലായോ? ആ മനസ്സിലായോ അമ്മച്ചി? എന്നാ ഇനി നമുക്ക് കുരിശ് വരയ്ക്കാം.
അന്നം ഇടി അന്നം കുഞ്ഞെ, ഇതാ വരുന്നു. നേരെ ഒരുപാടായി. ഇപ്പൊ കുർബാന തുടങ്ങി കാണും. ഓ, അതൊന്നും സാരമില്ലെന്നേ. ഇതെങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ആ കൊള്ളാം. നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഞങ്ങൾ രാവിലത്തെ കുർബാനയ്ക്ക് പോയപ്പോഴും അച്ഛൻ പ്രത്യേകം പറഞ്ഞതാ എല്ലാവരും കുർബാനയ്ക്ക് നേരത്തെ വരണമെന്ന്. അതെങ്ങനാ? ഉച്ചവരെ കിടന്നുറക്കമല്ലേ? ഇച്ചയമ്മ, കുട്ടുവിനെ ചാച്ചൻ കൊണ്ട് വിട്ടത് കാരണം അവനെങ്കിലും നേരത്തെ പോയി. അല്ല, സോനമോൾ എന്തിയേ? അവള് പള്ളിയിൽ പോകുന്നില്ലേ? അവക്ക് നാളെ എക്സാം ഉള്ളതുകൊണ്ട് അവള് പഠിക്കുക, അവള് പോകുന്നില്ല. ഞായറാഴ്ച കുർബാന മുടക്കിയിട്ട് പഠിച്ചാൽ ജയിക്കാനൊന്നും പോണില്ല. വായിച്ചേ, നമുക്ക് പോകാം. ഹലോ റോസിമോളെ, എന്നാ ഉണ്ടടി വിശേഷം? സുഖാണോ? തോമസ് കുട്ടിയൊക്കെയോ? ആ, അവര് പള്ളി പോയി. ഇപ്പൊ പോയതേ ഉള്ളൂ. രാവിലത്തെ ഒക്കെ ഓ കഴിച്ചു. ഒരു വാക്ക് നേരെ ചൊവ്വ ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നേ. ഇന്നും ഏതാണ്ടൊക്കെ വെട്ടിക്കണ്ടിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആകെ ഒരു ഞായറാഴ്ചയല്ലേ അവൾ ഇവിടെ ഇരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ദിവസം മുഴുവൻ ആപ്പീസിൽ പോക്കല്ലയോ. എടി മറിയേ, എന്തിനാ അവളോട് ഇതൊക്കെ പറയുന്നത്? ഞാൻ എൻ്റെ മോളോടല്ലേ പറയുന്നത്, നീ പറയുന്നത്. ആ ആണോ? ആഹാ. ആ ഓ ശരി. ആ എടി, ആരോ വരുന്നുണ്ട്. ഞാൻ വെക്കുവാണേ. Hi, Mama. അയ്യോ, Nice to meet you, Mama. Oh, very nice to meet you, Papa. ആ നൈസൊക്കെയാ, അങ്ങ് മാറി നിൽക്കും. Mama, I'm Anam's friend. എന്റെ കർത്താവേ, ഇവരിത് എന്തൊക്കെയാ ഈ പറയുന്നത്? എടി സോനമോളെ, ഒന്നിങ്ങ് വന്നേടി. ഇതാരടി? ഓ, മാഗി ആൻറ്റി ആയിരുന്നോ? ഹായ് ആൻറ്റി. ഈ പെൺപിള്ളിക്ക് ആരെങ്കിലും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കത്തുള്ളൂ. ഇതാരടി മോളെ? അമ്മച്ചി, ഇത് മമ്മിയുടെ ഒരു ഫ്രണ്ടാ. ഒരു പ്ലെയിൻ ക്രാഷിൽ ഇവരുടെ ഹസ്ബൻഡ് റിച്ചാർഡിനെ കാണാതായി. അതിൽ പിന്നെ ആൻറ്റി നോർമൽ അല്ല. ഇടയ്ക്കിടെ എൻ്റെ റിച്ചാർഡ് എന്ന് വിളിച്ചുകൊണ്ട് എല്ലായിടത്തും ഓടി നടക്കും. ഓ, വട്ടാണല്ലേ? വട്ടാണെങ്കിലും അലങ്കാരത്തിന് കുറവൊന്നുമില്ല. How do you do? ആ അവിടെയല്ല, ഇവിടെ ഇടാം. Thank you, Mama. ഇനി എന്താണോ എന്നോട് പറയുന്നേ? ചായ. എടി മോളെ, ചായക്ക് എന്തോ നടി ഇംഗ്ലീഷിൽ പറയുന്നേ? ചായ. You mean tea? ആ ആ No, thank you. അത്രേ മനസ്സിലായി. ഒരു മിനിറ്റ് നിൽക്കേ. What is this, Mama? ഇല്ല, ഇത് വാട്ടിയിട്ടൊന്നുമില്ല. നല്ല പഴുത്തതാ. ഏത്തപ്പഴം. കഴിച്ചോ കഴിച്ചോ. Oh, okay. Thank you, Mama. Oh, my Richard. See, my Richard has come outside. I have to go. അയ്യോ പാവം. ആ പോട്ടെ. ഇത്ര വേഗം കുർബാന തീർന്നോ? ഞങ്ങൾ ചെന്നപ്പോൾ കാറോസോസ് ആയിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റി.
മമ്മിയുടെ ഫ്രണ്ട് മാഗി ആൻറ്റി വന്നായിരുന്നു. അതെയോ? അവർക്ക് ഈയിടെയായിട്ട് കുറച്ച് കൂടുതലാണ്. അച്ചാച്ച, ഇത് കണ്ടോ? ഇന്ന് ഞാനായിരുന്നു ക്ലാസ്സിലത്തെ ബെസ്റ്റ് സ്റ്റുഡൻറ്. അതിന് സിസ്റ്റർ എന്നെ സമ്മാനായത്. ആ മിടുക്കൻ. ഇത് വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കണം. പിശാചിന് ഏറ്റവും പേടിയുള്ള പ്രാർത്ഥനയാണ് ജപമാല. ആ, പ്രാർത്ഥിക്കാം അച്ചാച്ച. ആ ചിറക്കിലെ ടോണി ഒരു പുതിയ കാറ് വാങ്ങിച്ചു. അവരപ്പനപ്പൂപ്പന്മാരായിട്ട് കാശുള്ളവരല്ലേ, പിന്നെ വാങ്ങിക്കരുതോ? എന്നതാ? ആ ടോണി പുതിയ കാറ് മേടിച്ച കാര്യം പറയായിരുന്നു. ഓ, ഞാനത് പറയാൻ തുടങ്ങുമായിരുന്നു. ഇന്ന് അവനും അവളും കൂടെ അതേ കയറിയല്ലേ പള്ളി വന്നത്. ആ ഫ്രണ്ട് സീറ്റിലോട്ട് ഞെളിഞ്ഞിരുന്ന അവൾ ഒരൊറ്റ ഓണടി. ഞാൻ നോക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. ആ, ഇപ്പൊ എല്ലാരും വലിയ വലിയ കാറേല. നമ്മുടെ ഇപ്പോഴത്തെ കാറൊന്നും അത്ര പോരാ. തൽക്കാലം അവൻ അവന്റെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തിയാ മതി. ഓ, ഭയങ്കര വിശപ്പ്. അന്നം കുറച്ച് ചോറ് വിളമ്പിക്കേ. ഇതെന്താടി? ചാളക്കറിയോ അതോ കാളമൂത്രോ? അതിന് ചാളക്കറിയെന്ന് തന്നെയാ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. അമ്മച്ചി, കാളയുടെ മൂത്രത്തിന് ഈ കളറാണോ? ഈ പോത്തലത്തിന് എന്തോ ഒരു എരിവാടി. അതെങ്ങനാ? ഒരു വക നേരെ ചൊവ്വ വെച്ചുണ്ടാക്കാൻ അറിയത്തില്ല. എന്റെ റോസിമോളെ കെട്ടിച്ച് വിട്ടേ പിന്നെ വായിക്ക് രുചിയായിട്ട് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ മോളുണ്ടാക്കുന്ന ഒരു ചമ്മന്തി മാത്രം മതി എന്തേലും ചോറ് വേണമെങ്കിലും കഴിക്കാം. ആ പറഞ്ഞത് ശരിയാ. എന്നാ പിന്നെ എന്തിനാ പൊന്നുമോളെ കെട്ടിച്ചു വിട്ടത്? ഇവിടെ തന്നെ അങ്ങ് നിർത്തിയാ പോരായിരുന്നു. എല്ലാവർക്കും രുചിയായിട്ട് വല്ലതും കഴിക്കാറുന്നല്ലോ. നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. എന്തായാലും ഇത് ചോറ് കൂടി ഇങ്ങോട്ടിട്ട്. ഇനി എല്ലാം തന്നെത്താനെ അങ്ങ് എടുത്ത് കഴിച്ചാൽ മതി. അല്ല, നീ കഴിക്കുന്നില്ലേ? ഓ, എന്റെ വയറ് നിറഞ്ഞു. വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ പിന്നെ, ഞാൻ നാളെ കുമളിയിലുള്ള ഇളയ പെങ്ങളുടെ വീട് വരെ ഒന്ന് പോവുക. കുറേ നാളായി അവളെയും പിള്ളേരെയും ഒന്ന് കണ്ടിട്ട്. എൻ്റെ ബാഗൊക്കെ ഒന്ന് ഒരുക്കി വെക്കണം കേട്ടോ. ഞങ്ങൾ ഓണാഘോഷ കമ്മിറ്റിക്കാരാ. എന്തേ അന്നവും പിള്ളേരും ഒക്കെ? കുട്ടുമോൻ രാവിലെ സ്കൂളിൽ പോയി. ബാക്കിയുള്ളവരൊക്കെ പോകാൻ ഒരുങ്ങുന്നു. അന്നം, മോളെ അന്നം. എന്താ അമ്മച്ചി? ആ, നിങ്ങളായിരുന്നോ? എന്താ എല്ലാരും കൂടെ രാവിലെ തന്നെ? ഓണാഘോഷമല്ലേ? ഓ, നീ എന്തെടുക്കുവായിരുന്നടി മോളെ? നിനക്ക് ഇന്ന് ഓഫീസിൽ പോകണ്ടേ? ഞാൻ അമ്മച്ചിക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പോകാന്ന് കരുതി. എന്റെ മോളെ, എന്തിനാ ഈ സമയമില്ലാത്തടത്ത് അതൊക്കെ ചെയ്യാൻ നിൽക്കുന്നേ? നിനക്ക് ഓഫീസിൽ പോകേണ്ടതല്ലേ? കണ്ടില്ലേ, അടുക്കളയിലെ ചൂടും പുകയും അടിച്ച് മുഖമൊക്കെ വാടിപ്പോയി. ഇതൊക്കെ അമ്മച്ചി ചെയ്തോളൂല്ലേ? അയ്യോ, അമ്മച്ചി അങ്ങ് അടുക്കള കയറിയിട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം അസുഖങ്ങളുള്ള ആളാ. ആ പിന്നെ അമ്മച്ചി, ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇച്ചാവിന് മുട്ടക്കറി ഇഷ്ടമല്ലെങ്കിൽ മട്ടൻ സ്റ്റൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണം. പിന്നെ ഉച്ചക്കത്തേക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിച്ചേക്കണേ. ഇനി ഞാൻ എടുത്തു തന്നില്ല എന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാതിരിക്കരുത്. ഓ, എനിക്ക് പോകാൻ നേരമായി. ഞാൻ ഇറങ്ങുവാണേ. ആ അമ്മച്ചി, മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് കഴിക്കാനുള്ള പാൽക്കഞ്ഞി പ്രത്യേകം പാത്രത്തിൽ മൂടി വെച്ചിട്ടുണ്ട്. കഴിച്ചോണേ. ഞാൻ പോട്ടെ. പിരിവൊക്കെ ഇച്ചായം തരും കേട്ടോ. ഞാൻ കഴിച്ചോളാടി. ഈ കൊച്ചിന്റെ ഒരു കാര്യം എന്റെ മരുമോളായതുകൊണ്ട് പറയല്ല, അവൾക്കൊരു പ്രത്യേക കൈപുണ്യ. എന്തുണ്ടാക്കിയാലും എന്നാ രുചിയാണെന്നോ. ഓ, എന്തൊരു ഒരുമയുള്ള അമ്മായിമ്മയും മരുമകളും. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള മരുമക്കളെ കിട്ടാൻ പുണ്യം ചെയ്യണം. ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു കയറിയ ഐശ്വര്യമല്ലേ ഞങ്ങളുടെ അന്നം കുഞ്ഞ്. ഇതാ ഞങ്ങളുടെ വക സംഭാവന. ശരി, വളരെ ഉപകാരം. ഞങ്ങൾ ഇറങ്ങുവാണ്. അമ്മച്ചി, എനിക്ക് കമ്പനിയിൽ പോകാൻ നേരമായി. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കേ.
എരണം കെട്ടവള് ഗുണം പിടിക്കത്തില്ല. ഇതെന്താ? നിന്റെ പെപ്പറിനകത്ത് ഇന്ന് ഇത് മാത്രമേ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അപ്പൊ അവള് മട്ടൻ സ്റ്റൂവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ച കാര്യം പറഞ്ഞതോ? അവളല്ലേ, അവൾ അതും അതിലപ്പുറവും പറയും, എന്നെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേ, നിനക്ക് കഴിവില്ലാഞ്ഞിട്ടാ, അല്ലെങ്കിൽ അവൾ ഇവിടെ കിടന്ന് ഇത്രയും നിലയ്ക്കത്തില്ല. അതെങ്ങനെയോ പെങ്കോന്തനല്ലേ, പെങ്കോന്തൻ. ഓ എന്റെ അമ്മച്ചി. അമ്മച്ചി, എനിക്ക് കോളേജിൽ പോകാൻ നേരമായി. ബ്രേക്ക്ഫാസ്റ്റ്? അതിലേ നിന്റെ തള്ളപ്പോലെ ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടല്ല പോയിരിക്കുന്നത്. ഓ ശരി, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. ആ എനിക്കും പോകാൻ നേരമായി, ഞാനും കാന്റീനിൽ നിന്ന് കഴിച്ചോളാം. എല്ലാവരുടെയും കാര്യം കഴിഞ്ഞു, ഇനി ഞാൻ എന്നാ ചെയ്യൂടാ? അമ്മച്ചി, ഇവിടെ എല്ലാ സാധനങ്ങളും ഇരിപ്പില്ലേ? ഒരു ദിവസത്തേക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കേ. നീ അല്ലേലും അതേ പറയൂ എന്ന് എനിക്കറിയാം. നിന്നെയൊക്കെ വളർത്തിയ നേരത്ത് 10 പോത്തിനെ വളർത്തിയിരുന്നെങ്കിൽ അത് അതിന്റെ പകുതി വെങ്കിലും കാണിച്ചേനെ. ഒന്ന് നിർത്താം അമ്മച്ചി. നീ വന്നോ? പിള്ളേരെന്തിയേ? അവർ ട്യൂഷന് പോയി. എന്റെ ഏടാ, ഇന്ന് വീട്ടു ജോലി ചെയ്ത് എന്റെ നടു ഒടിഞ്ഞു. ഇന്ന് നീ അവള് വരുമ്പോ ചോദിക്കണം അവൾ എന്തോ ഭാവിച്ചോണ്ടാണെന്ന്. ഹോ, ബസ്സിൽ എന്തൊരു തിരക്കായിരുന്നു. കാല് കുത്താൻ സ്ഥലമില്ലായിരുന്നു. ഒരു വിധത്തിൽ തൂങ്ങി പിടിച്ച് നിന്നാ ഇവിടം വരെ എത്തിയത്. ആ, ഇച്ചാനിന്ന് നേരത്തെ വന്നോ? എടി അന്നം, നീ അവിടെ ഒന്ന് നിന്നേ. അതെ, നീ ഇന്ന് കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ട് പോയ പാൽക്കഞ്ഞിക്കും പലഹാരത്തിനും ഒക്കെ നല്ല രുചിയായിരുന്നു. ആണോ? എന്താ അന്നം, നീ ഇന്ന് കാലത്ത് ഭക്ഷണമൊന്നും ഉണ്ടാക്കാതെ പോയത്? ഉണ്ടാക്കണമെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ഉണ്ടാക്കിയില്ല. കേട്ടില്ലേടാ അവളുടെ അഹമ്മതി. രണ്ടെണ്ണം കൊടുത്തിട്ട് ചോദിക്കടാ. ഓ, ഇങ്ങനൊരു പെങ്കോന്തൻ. അതെങ്ങനാ? അവള് തലയണ മന്ത്രം ചൊല്ലി മയക്കി എടുത്തിരിക്കുവല്ലേ എന്റെ കുഞ്ഞിനെ. അവളുടെ ഒരു മട്ടൺ സ്റ്റൂ, മുട്ടക്കറി. നീ എന്തിനാ അന്നം ഇങ്ങനൊക്കെ ചെയ്യുന്നേ? അയ്യോ, എന്റെ അപ്പച്ച, എന്റെ അമ്മച്ചി, എന്നെ എന്തിനാണോ ഈ നരകത്തിലേക്ക് കെട്ടിച്ചു വിട്ടത്? എനിക്ക് വയ്യായേ, എനിക്കിവിടെ ജീവിക്കണ്ടായേ. നീ എന്നെ ഈ കാണിക്കുന്നേ? അങ്ങോട്ട് വിടടാ, അവൾ ഇടിച്ചെന്ന് ചാവട്ടെ. ചാകാനോ? ആ, അതിരിച്ചിരി പൊളിക്കും. ഞാനേ കുന്നേലപ്പച്ചന്റെ മോളാ. ഞാൻ ഈ ഓഫീസിലെ ജോലി, ബസ്സിലെ ഇടിയൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും ഉണ്ണാനുണ്ടാക്കി വെക്കുമ്പോ ഞാനുണ്ടാക്കുന്നതിന് രുചി പോരല്ലോ. അപ്പൊ റോസിമോൾ ഉണ്ടാക്കുന്നതിനല്ലേ ടേസ്റ്റ്. എന്നാ പിന്നെ ഇനി മുതൽ റോസിമോൾ ഉണ്ടാക്കിയിട്ട് എല്ലാരും തിന്നാ മതി എന്ന് ഞാനും വിചാരിച്ചു. അത്രേ ഉള്ളു. കേട്ടില്ലേടാ അവള് പറഞ്ഞത്? ഇവിടെ ജീവിക്കണമെങ്കില് അവളെ തൊഴുത് ജീവിക്കണമെന്ന്. ആ, കുറച്ചൊക്കെ അങ്ങനെ വേണ്ടി വരും. എന്റെ കർത്താവേ, ഇതൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് എന്തിനാണോ എന്നെ ഇവിടെ ഇട്ടിരിക്കുന്നത്? എന്റെ അമ്മച്ചി, അമ്മച്ചി എങ്കിലൊന്നും മിണ്ടാതിരിക്കും. ചർച്ച വരുന്നു. എന്നതാടി ഇവിടെ ഒരു ഒച്ചയും ബഹളവും ഒക്കെ? ഓ ഒന്നുമില്ല ചാച്ച, യാത്രയൊക്കെ എങ്ങനെ സുഖമായിരുന്നോ? ആ എടി മറിയാമ്മേ, നീ കുറച്ച് വെള്ളം എടുക്ക. വല്ലാത്ത പരവേശം. ഈ ചൂടത്ത് ഇത്രേ യാത്ര ചെയ്ത് വന്നതിന്റെ ആയിരിക്കും. ഈ വേഷമൊക്കെ മാറി ഒന്ന് കുളിക്ക്. ഞാൻ ചൂടുവെള്ളം എടുത്ത് വെക്കാം. ബൂസ്റ്റ് ഇട്ടതാണ്, ചൂടാറുന്നതിന് മുമ്പ് കുടിക്കും. ഇന്ന് എന്താ എത്ര വലിയ സ്നേഹം? ഓ, ഇത്തിരി സ്നേഹിക്കാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കുക. നീ പിണങ്ങാതെ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ.
പിന്നെ ഇച്ചായ, ഞാനൊരു കാര്യം പറയട്ടെ. പറ. നമുക്കേ നമ്മുടെ ഈ ഓൾഡ് സ്റ്റൈൽ വീടൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയതൊന്ന് പണിയണം. ചാസിനായിട്ട് ഉണ്ടാക്കി വെച്ച വീടാ ഇത്. ഇതിനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തിനാ പുതിയത്? അതല്ല ഇച്ചായ, നമുക്കും ഒരു വലിയ വീട് വെക്കണം. ഈ സിനിമയിലും സീരിയലും ഒക്കെ കാണുന്ന ഓരോ വീട് കണ്ടിട്ടില്ലേ, അതുപോലൊന്ന്. പിന്നെ ഇപ്പോഴുള്ള ഈ കാർ മാറിയിട്ട് നമുക്ക് വേറൊരെണ്ണം വാങ്ങണം. ആ ടോണി വാങ്ങിയതിനും വലിയൊരെണ്ണം. എന്റെ അന്നം, ഇതിനൊക്കെ എവിടെന്നാ കാശ്? അതിനാണോ ഇത്ര ബുദ്ധിമുട്ട്? ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ എത്ര വേണേലും ലോൺ കിട്ടുമല്ലോ. നമ്മൾ രണ്ടുപേരും വർക്കിംഗ് അല്ലേ, അപ്പോൾ തിരിച്ചടവും ഒരു പ്രശ്നമാകില്ല. അന്നം, നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു കടബാധ്യത ഉണ്ടാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മോള് വളർന്നു വരികയാണ്. ഉള്ളതെല്ലാം സ്വരുക്കൂട്ടി വെച്ചാലേ നാളെ ആൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഓ, ഇച്ചായന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു എനിക്ക് മോടെ കാര്യത്തിൽ ഒരു താല്പര്യമില്ലെന്ന്. എന്റെ ഇച്ചായ, അവൾക്ക് ഫ്യൂച്ചറിൽ ഒരു നല്ല ബന്ധം കിട്ടണമെങ്കിലും ഇതൊക്കെ സഹായിക്കും. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ ചാച്ചനോടും അമ്മച്ചിയോടും ഒക്കെ ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. ഓ, എന്തു പറഞ്ഞാലും ഒരു ചാച്ചനും അമ്മച്ചി. ഇനി എന്നാ നമ്മൾ സ്വന്തമായി ഒരു തീരുമാനം എടുക്കുന്നത്? കുട്ടൂരിന്റെ ആദ്യകുർബാന വരാൻ പോകുമല്ലേ, അത് നമുക്ക് നമ്മുടെ പുതിയ വീട്ടിൽ വെച്ച് നടത്തണം. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? എല്ലാം ശരിയാകുന്നേ. അങ്ങനെ അന്നം കുഞ്ഞും തോമസ് കുട്ടിയും ലോൺ എടുത്ത് വീട് വെച്ച് കാറും വാങ്ങി. കുറേ നാളുകൾക്ക് ശേഷം ഒരു വൈകുന്നേരം കൊള്ളാം. ഇപ്പൊ നമ്മുടെ വീട് കാണാൻ ഒരു ഗെറ്റപ്പൊക്കെ ഉണ്ട്. പള്ളിയിൽ പുതിയ കാറിൽ ചെന്ന് ഇറങ്ങുമ്പോ ഒരു ഗമയൊക്കെ ഉണ്ട്. മറിയാമേ, മറിയാമേ, എന്നാ ചാച്ചാ? ചാച്ചാ, എന്നെ പറ്റിയേ? എടാ തോമസ് കുട്ടിയേ, ഓടി വാടാ, ചാച്ചിന് മേലടാ. എന്താ പറ്റിയേ? വാ, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഞാൻ കാർ എടുക്കാം. ചാച്ചന്റെ സിരിച്ച് തുടങ്ങിയിട്ട് എത്ര നാളായി. എപ്പോഴും ഈ ഹോസ്പിറ്റൽ പോക്കും വരവും ഒക്കെ ആയി റെഗുലറായി കമ്പനിയിൽ പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ പോയാ എന്റെ ജോലി പോകുന്നാ തോന്നുന്നത്. ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പോയാൽ നമ്മുടെ ലോണിന്റെ തിരിച്ചടവെല്ലാം മുടങ്ങും? ഇച്ചായ, ഞാനൊരു കാര്യം പറഞ്ഞ ഇച്ചായ ദേഷ്യപ്പെടരുത്. എന്താ? നമുക്ക് ചാച്ചന് ആ അച്ഛന്മാര് നടത്തുന്ന സെന്റ് മേരീസ് ഓർഫനേജ് ഇല്ലേ, അവിടെ കൊണ്ടുപോയാക്കിയാലോ? കൂടെ നമുക്ക് അമ്മച്ചിയും ഇടാം. അന്നം, നീ എന്താ ഈ പറയുന്നത്? ഇച്ചായനൊന്ന് സമാധാനമായിട്ട് ചിന്തിച്ചു നോക്ക്. നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കടബാധ്യതകൾ, അതിനിടയിൽ ഇവരിനി നമുക്കൊരു ഭാരമാണ്. ഇല്ല, ഞാൻ ഇത് ഒരിക്കലും സമ്മതിക്കത്തില്ല. എന്നെ വളർത്തി ഈ നിലയിലാക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇച്ചായൻ ഹൃദയം കൊണ്ട് ചിന്തിക്കാതെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. ഇപ്പൊ ഇതൊക്കെ കോമൺ അല്ലേ? പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട, സമയം എടുത്ത് ആലോചിക്കുക. അപ്പൊ ഞാൻ പറയുന്നത് ശരിയാണെന്ന് ഇച്ചായന് മനസ്സിലാവും. അങ്ങനെ ഏറെ നാളത്തെ ആലോചനകൾക്കൊടുവിൽ അന്നം കുഞ്ഞും തോമസ് കുട്ടിയും ചാച്ചനെയും അമ്മച്ചിയെയും ഓൾഡ് ഏജ് ഹോമിലാക്കാൻ തീരുമാനിച്ചു.
മറിയാമ്മേ, നാളെ നമ്മൾ ഇവിടുന്ന് പോവല്ലേ? എത്ര വർഷം നമ്മൾ ഒരുമിച്ച് ഇവിടെ താമസിച്ചു. പാലായിൽ നിന്ന് പോരുമ്പോൾ റോസിമോൾക്ക് 2 വയസ്സും തോമാച്ചന് 1 വയസ്സുമായിരുന്നു അല്ലേ? പിന്നെ ഇവിടെ വന്ന് ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കാൻ നമ്മൾ എത്ര പാടുപെട്ടു. കാടിനോടും കാട്ടാനയോടും പൊരുതി ചോര നീരാക്കി രാപ്പകൽ അധ്വാനിച്ചു. ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കി. അതിനിടയിൽ റോസിമോളുടെ കല്യാണം തോമാച്ചനെ പഠിപ്പിച്ച് വലിയവനാക്കി. ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടി എന്നൊരു തോന്നലായിരുന്നു ഇതുവരെ. പക്ഷേ ഇപ്പോൾ ചാച്ചൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ഇനിയും അസുഖം കൂടും. നാളെ പുലരും മുമ്പ് പോണം. സോനമോളും കുട്ടു ഉണരുന്നതിന് മുമ്പ്. അവരറിഞ്ഞാൽ സങ്കടമാകും. ദേ, ചാച്ചന്റെ മേശപ്പുറത്തുനിന്ന് കിട്ടിയതാ. തോമസ് കുട്ടിക്ക് യാത്ര പറയാൻ നിൽക്കുന്നില്ല. നീ അറിയുന്നതിന് മുമ്പ് എനിക്കറിയാവുന്നതാണ് സെന്റ് മേരീസ് ഓർഫനേജ്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. മക്കൾ ഉണരുമ്പോൾ അച്ചാച്ചനും അമ്മച്ചിയും ഉടനെ വരുമെന്ന് പറയണം. പോട്ടെ സ്വന്തം ചാച്ചൻ. ചാച്ചനും അമ്മച്ചിയും പോയി. ആ പോട്ടെ, സാരമില്ല. ഹലോ ഹലോ, റോങ് നമ്പർ ആണെന്ന് പറഞ്ഞില്ലേ? ഓ സോറി, നമ്പർ തെറ്റി വിളിച്ചതാ. മോളുടെ ശബ്ദം കേട്ടപ്പോൾ വീണ്ടും കേൾക്കാൻ ഒരു കൊതി. സച്ച് എ സ്വീറ്റ് വോയിസ്. ഈ സ്വരം ഞാൻ എവിടെ കേട്ട് വളർന്നതുപോലെ. മോള് പാട്ട് പാടുവോ? ഏയ് അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ. സ്വരം കേട്ടപ്പോൾ തോന്നി. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ല. ആദ്യം മോള് പേര് പറ, എന്നിട്ട് ഞാൻ പറയാം. എന്റെ പേര് സോന. സോന, നല്ല പേര്. സോനക്കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്ന് ഞാൻ പറയണ്ട. 17. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിഞ്ഞു? അത് എനിക്ക് ചില മാജിക് ഒക്കെ അറിയാം. ആരാണെന്ന് പറഞ്ഞില്ല. എന്റെ പേര് ജാക്സൺ. ഞാൻ നമ്പർ തെറ്റി വിളിച്ചതാണ്. സോനമോളുടെ ഇത്രയും സമയം ഞാൻ കളഞ്ഞു. ഇനി ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല കേട്ടോ. ഹലോ. ഹായ് മോള്, ഒരാഴ്ച ആയപ്പോഴേക്കും എന്നെ മറന്നോ? ഏയ് മറന്നിട്ടൊന്നുമില്ല. ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ? ഏയ് ഇല്ല. മോളുടെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് മോളൊരു സുന്ദരി കുട്ടിയാണെന്ന്. റിയലി? പിന്നെ പറ. തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു കരമിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകും നീ തണ്ണീറൻ കാറ്റും പുളകങ്ങൾ ഇഴനീതൊരു കുഴലൂതിയ പോലെ കുളിരേകും കരവെന്നീർ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം
അകമരുവും മയിലിണകൾ അഴകിൽ തീർത്തൊരു ശിലയഴകിൽ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ. ഹലോ. ആ പിന്നെ നമ്മൾ ഈ ഫോൺ വിളി മെസ്സേജ് അയക്കലും ഒക്കെ ആയിട്ട് കുറെ നാളായില്ലേ. ഇനി എന്നാ എന്റെ സോനമോളെ എനിക്ക് നേരിൽ കാണാൻ പറ്റുന്നത്? അയ്യോ, അതൊന്നും പറ്റില്ല. ഞാൻ ആകെ ഒറ്റയ്ക്ക് പുറത്തു പോകുന്നത് കോളേജിൽ പോകുമ്പോഴാ. എവിടെ പോയാലും പപ്പയുണ്ടാവും കൂടെ. ഒരു കാര്യം ചെയ്യാം, നാളെ കോളേജിൽ പോകാതെ നേരെ ഇങ്ങോട്ട് പോരെ. എങ്ങോട്ട്? എനിക്ക് പേടിയാ. ഒന്നും പേടിക്കണ്ടെന്നേ, ഞാൻ കോളേജിന്റെ അടുത്ത് ബൈക്കും കൊണ്ട് വരാം. നമുക്ക് ആരും കാണാതെ ഒരിടത്ത് സ്വസ്ഥമായിരുന്നു സംസാരിക്കാം. ഞാൻ വിളിച്ചാൽ എന്റെ മോളിറ്റി വരില്ലേ? അയ്യോ, പപ്പ അറിഞ്ഞാ കൊല്ലും. ആരും അറിയില്ലെന്നേ. വൈകുന്നേരം കോളേജ് വിടുന്ന സമയമാകുമ്പോഴേക്കും തിരിച്ചു വരാം. എന്നാലും അത് ഞാൻ വരില്ല. എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട. ഇനി മുതൽ ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തില്ല. ബൈ. ഹലോ ജാക്സൺ ചേട്ടാ, എന്നോട് പിണങ്ങല്ലേ? ഞാൻ വരാം. ഗുഡ് ഗേൾ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. കുട്ടുവിന്റെ സ്കൂളിൽ നിന്നാണ് വിളിച്ചത്. അവൻ ഈയിടെ ഭയങ്കര ഉഴപ്പാണ്. സൺഡേ സ്കൂളിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് സിസ്റ്റർ പറഞ്ഞു. ചാച്ചനും അമ്മച്ചും പോയപ്പോൾ തുടങ്ങിയ കംപ്ലൈന്റാ. സോനമോളാണെങ്കിൽ എപ്പോഴും ഈ ഫോണിൽ തന്നെയാണ്. നീ ഇടയ്ക്കിടെ അവളെ ഒന്ന് ശ്രദ്ധിക്കണം. എനിക്ക് എവിടെയാ നേരം? ഞാനും ഇച്ചായനെ പോലെ തന്നെ ബിസിയല്ലേ. മക്കൾ രണ്ടുപേരും ഉണ്ടായപ്പോൾ മുതൽ അവരെ നോക്കിയതും വളർത്തിയതും എല്ലാം ചാച്ചനും അമ്മച്ചുമായിരുന്നു. അവരുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. എല്ലാത്തിനും നീയാ കാരണം. ആഹാ, ഇപ്പൊ എനിക്കായോ കുറ്റം? ഇന്ന് അവൻ ഇങ്ങ് വരട്ടെ. കൊച്ചിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. മാരക ലഹരിയുമായി യുവാവ് പിടിയിൽ. കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും മയക്കുമരുന്നുമായി ഷാൻ എന്നയാളാണ് പിടിയിലായത്. ജാക്സൺ, ആന്റണി തുടങ്ങിയ പല പേരുകളിലാണ് ഇയാൾ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്നത്. പോക്സോ അടക്കം നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഇയാൾക്ക് അന്താരാഷ്ട്ര ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തി. വല്ലാത്തൊരു കാലം. ഇപ്പോൾ വാർത്ത വെച്ചാൽ ഇത് മാത്രമേ കേൾക്കാനില്ല. ഈ പെണ്ണിനെ കൊണ്ട് മടുത്തു. ഒരടുക്കും ചിട്ടയില്ല. ഇനി എന്നാണോ ഇതൊക്കെ പഠിക്കുന്നത്? പ്രിയപ്പെട്ട പപ്പയ്ക്കും മമ്മിക്കും ഞാൻ പോകുന്നു. എൻ്റെ മരണത്തിന് ഉത്തരവാദി ജാക്സൺ ആണ്. ഇതുകൊണ്ടോ? അയാളുടെ മയക്കുന്ന വാക്കുകളിലും ചിരിയിലും ഞാൻ വീണുപോയി. പലപ്പോഴും കമ്പൈൻ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയിരുന്നത് അയാളുടെ അടുത്തേക്കായിരുന്നു. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ലഹരി ഉപയോഗിച്ചു. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം എൻ്റെ ജീവിതം നശിച്ചു. എൻ്റെ പല കൂട്ടുകാരികളെയും അയാൾ ഇങ്ങനെ വലയിലാക്കിയെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. പലരും മയക്കുമരുന്നിൻ്റെ കാരിയർമാരായി മാറി. ചിലരൊക്കെ ആത്മഹത്യ ചെയ്തു. ഞാനും ആ വഴി തിരഞ്ഞെടുക്കുന്നു. പപ്പ
ഇനി സ്വർഗത്തിൽ വെച്ച് കാണാം. എന്റെ സോനുമോളെ ചതിച്ചോ? അന്നു, നീ മോളെ നോക്ക്, ഞാൻ വേഗം വണ്ടി എടുക്കാം. അവൾ എന്തെടുക്കുവാ? ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് പിന്നെ ഭയങ്കര കരച്ചില, ഒന്നും കഴിക്കുന്നുമില്ല. കുറെ ബ്ലഡ് പോയതല്ലേ, നിർബന്ധിച്ച് എന്തെങ്കിലും കഴിപ്പിക്കണം. കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കാരണം ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. തോമസ് കുട്ടിയല്ലേ? ആ അതെ, ആരാ? ഞാൻ സെന്റ് മേരീസ് ഓർഫനേജിൽ പോയിട്ടാ വരുന്നേ. അവസാനം നീ നിന്റെ സ്വന്തം തറവാട്ടിൽ തന്നെ നിന്റെ അപ്പനെയും അമ്മയെ എത്തിച്ചു അല്ലേ? നിങ്ങൾ ആരാ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? എല്ലാം പറഞ്ഞു തരാം. ഞാൻ രാമേന്ദ്രൻ. നീ അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളിയിരിക്കുന്ന നിന്റെ അപ്പൻ വർക്കിച്ചായൻ്റെ ഒരു പഴയ സുഹൃത്ത്. അന്ന് ഞങ്ങൾ പാലായിലായിരുന്നു താമസം. തൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്കായി എന്നും മാറ്റി വെച്ചിരുന്നു വർക്കിച്ചായൻ. അങ്ങനെ സെൻറ് മേരീസ് ഓർഫനേജിനെ കുറിച്ച് അറിഞ്ഞ് തൻ്റെ കയ്യിലുള്ള ചെറിയ സംഭാവന നൽകാൻ അവിടെ ചെന്നപ്പോഴാണ് നിന്നെ ഞങ്ങൾ കാണുന്നത്. പള്ളിനടയിൽ ആരോ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു കുഞ്ഞ്. അമ്മയെ കാണാതെ കാറിക്കരയുന്ന ആ കുഞ്ഞിനെ വാരിയെടുത്ത് മറിയാമ്മച്ചി. അവനെ സ്വന്തം മകനാക്കി വർക്കിച്ചനും മറിയാമ്മച്ചി തങ്ങളുടെ മുഴുവൻ സ്നേഹവും അവന് നൽകി അവനെ വളർത്തി. അവനെ പഠിപ്പിച്ച് വലിയവനാക്കാൻ വേണ്ടി അവർ രാപ്പകലില്ലാതെ അധ്വാനിച്ചു. ആ പാവങ്ങളുടെ കണ്ണീരും വിയർപ്പുമാണ് നിന്നെ ഈ രൂപത്തിലാക്കിയത്. എന്നിട്ട് അവസാനം നീ അവരെ വലിച്ചെറിഞ്ഞല്ലേ? മനം നൊന്ന് പറയുക, നീ അനുഭവിക്കും. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? നീ നിനക്ക് കൂടുതലായി എന്തെങ്കിലും അറിയണമെങ്കിൽ സെന്റ് മേരീസ് ഓർഫനേജിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഫാദർ മാത്യു. പോയി ചോദിക്ക്, അച്ഛൻ നിനക്ക് പറഞ്ഞു തരും എല്ലാം. എന്താ അയാൾ പറഞ്ഞിട്ട് പോയത്? മനസ്സിലാവുന്നില്ല അണ്ണ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോർത്തോർത്തു
അടുത്തൊരു രംഗത്തോടു കൂടി ഞങ്ങളുടെ ഈ നാടകം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ അരങ്ങിലും അണിയറയിലും റോയ് ജോസഫ്, വിജി വർക്കി, ജോൺ പള്ളിക്കൽ, സജി കുര്യൻ, ജോർജ് വി, ബിന്ദു സുബിൻ, മിനി ജോസഫ്, ജിജി ജെറാൾഡ്, സാൻഡ്ര തോമസ്, സുനി മാനുവൽ, ഷാലു സിബി, മാസ്റ്റർ ഏബൽ ആൻഡോ അനിൽ. സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് എഡിറ്റിംഗ് റോമൽ പയസ്, ആൽബി അനിൽ, ആഷ ജോയ് ആൻഡ് സുബിൻ ജോസ്. ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ സോനമോളുടെ വിവരം അറിഞ്ഞപ്പോൾ ചങ്ക് പൊട്ടിപ്പോയി. എവിടെയാ എന്റെ കുഞ്ഞ്? അവൾ അകത്തുണ്ട്. വാ. ഫാദർ, എന്തിനാ ഇത്ര നാളും എന്നിൽ നിന്ന് ഇതെല്ലാം മറച്ചു വെച്ചത്? അർക്കിയുടെയും മറിയാമ്മയുടെയും മരണം വരെ നീ ഇതറിയരുതെന്ന് അവരാഗ്രഹിച്ചിരുന്നു. എനിക്ക് തിരുത്തണം ഫാദർ. എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞു ചാച്ചന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നു. തോമാച്ച, ഞങ്ങൾ ഇറങ്ങുക. ഇപ്പോൾ പുറപ്പെട്ടാൽ ഇരുട്ടുന്നതിന് മുമ്പ് അങ്ങ് എത്താം. ഈ നന്ദി കെട്ട മകനോട് ചാച്ചനും അമ്മച്ചിയും ക്ഷമിക്കണം. എന്താടാ ഇതൊക്കെ? അർഹതയില്ലാത്തതാണ് ഇത്രയും നാളും അനുഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല. രാമേട്ടൻ ഇവിടെ വന്നിരുന്നു. എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. ഇനി ഒരിക്കലും നിങ്ങൾ ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവിടെ ഇപ്പം കുഴപ്പമൊന്നും ഇല്ലടാ. ഞങ്ങൾക്ക് സമയത്ത് ആഹാരം, മരുന്ന്, അങ്ങനെ എല്ലാം ഉണ്ട്. അല്ലേടി മറിയേ? ആ, പിന്നെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു പോയ കുറെ അനാഥ കുഞ്ഞുങ്ങളുണ്ട് അവിടെ. ഇപ്പം ഞങ്ങളാ അവരുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും. അപ്പോ അച്ചാച്ചനും അമ്മച്ചിക്കും ഈ കുട്ടൂനെ വേണ്ട അല്ലേ? നിങ്ങൾ പോയാൽ ഞാനും നിങ്ങളുടെ വരും. സ്വന്തം ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ സ്വയം ഒരുക്കിയ സ്വാർത്ഥതയുടെ ചട്ടക്കൂട്ടിലായിരുന്നു ഞാൻ ഇതുവരെ. അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു. പോകരുത്. കൊട്ടുമോനെയും സോനുമോനെയും ഓർത്തെങ്കിലും നിങ്ങൾ പോകരുത്. ആ, പതുക്കെ ആലോചിക്കാം. ഇനിയും സമയമുണ്ടല്ലോ. ഫാദർ, മനസ്സിന്റെ സഞ്ചാരവേഗങ്ങൾക്കൊപ്പം ഓടിയെത്താൻ കഴിയാത്ത ശരീരത്തിന്റെ നിസ്സഹായതയാണ് വാർദ്ധക്യം. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും കടന്നു പോകേണ്ട ഒരു ജീവിതാവസ്ഥ. ഇന്ന് നാം ഒരുക്കുന്ന ഈ സ്നേഹത്തണലിൽ നമ്മുടെ മാതാപിതാക്കളെ ചേർത്തിരുത്തുമ്പോൾ അത് കണ്ടു വളരുന്ന നമ്മുടെ മക്കൾ നാളെ നമ്മളെയും അവരോട് ചേർത്തിരുത്തും. നിങ്ങൾ നിങ്ങളുടെ തെറ്റ് തിരുത്താൻ തയ്യാറായല്ലോ. വർക്കിയും മറിയാമ്മയും വരും. നിങ്ങളുടെ മാറ്റം ഉൾക്കൊള്ളാൻ അവരുടെ മനസ്സ് ഒന്ന് പാകപ്പെടട്ടെ. See, my Richard has come back. I got my sweetheart back. Hi, Mama. Oh, hi, Papa. അവിടെ നിന്നാ മതി. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം